നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ആദ്യം വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് പിടിക്കുമ്പോൾ സൗണ്ട് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതെങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ തന്നെ ഡിസ്കിൽ കുറച്ച് ടൈറ്റ് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഹബ്ബിലേക്ക് പഴയ സൈക്കിളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് ഓയിൽ എടുത്തിടും. ഒരിക്കലും ഹബ്ബിലെ ഗിയർ സൈക്കിളുകളിലൊന്നും ശരിക്കും നമ്മൾ സെപ്പറേറ്റ് ഓയിൽ ഇടാതിരിക്കുക. ഓയിൽ ആകെ ചെയിനിൽ മാത്രം യൂസ് ചെയ്യുക. സസ്പെൻഷനിലോ അല്ലെങ്കിൽ ഹബ്ബുകളിലോ ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഓയിൽ ഹബ്ബിലിടും, കുറച്ച് ചെറിയൊരു ഡ്രോപ്പ് ഇടുകകളായിരിക്കും. പക്ഷേ ഇത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഈ ഹബ്ബിൽ നിന്ന് ഈ ഓയിൽ ഡയറക്റ്റ് ഈ ഡിസ്കിൻ്റെ പാഡിലേക്ക് അയക്കുന്നുണ്ട്. ഡിസ്കിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ എത്ര ടൈറ്റിൽ പിടിച്ചാലും ഒരു തരി ബ്രേക്ക് നമുക്ക് കിട്ടില്ല ഇതിൽ ഓയിൽ മയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ സൗണ്ട് വരാനും തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ ഡിസ്ക് ക്ലീനർ ഉണ്ട്. ഡിസ്ക് ക്ലീനർ ഉപയോഗിച്ച് ഇത് അടിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടക്കുക. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പുതിയ തുണി യൂസ് ചെയ്യുക. ഒരിക്കലും പഴയ യൂസ് ചെയ്ത തുണി യൂസ് ചെയ്യരുത്. പിന്നെ കൈവച്ച് ഇതിൻ്റെ അകത്ത് തൊടാതിരിക്കുക, ഡിസ്കിൽ തൊടാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ പുതിയ പാഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പാഡിൽ നമ്മൾ വിരൽ വെച്ച് തൊടാതിരിക്കുക. കാരണം നമ്മുടെ കൈകൾക്കൊക്കെ ഒരു ഓയിൽ മയം ഉണ്ടാവും. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടില്ല. പിന്നെ ഇത് ഡിസ്ക് തുടച്ചിട്ടും ഇതേപോലെ സൗണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടണില്ല എന്നുള്ളത് വരുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ പാഡിൻ്റെ അകത്തും ഓയിൽ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് ഡിസ്ക് മെഷീൻ അഴിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്തെന്ന് നിങ്ങൾക്ക് തന്നെ അഴിക്കാനുള്ളൂ. ഈ പാഡ് ഊരി എടുക്കുക. പാഡ് ഊരി എടുത്തിട്ട് ഇതേപോലെ തന്നെ ആദ്യം സ്പിരിറ്റ് ഇട്ടൊന്നും കഴുകുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്ലീനർ വെച്ച് കഴുകുക. എന്നിട്ട് ഒരു സാൻഡ് പേപ്പറിലിട്ട് ഈ രണ്ട് പാഡും ഒന്ന് ഉരച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതാണ്, റെഡിയാവുന്നതാണ്. പിന്നെ ഇത് ക്ലീനർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 400 രൂപ 450 രൂപ ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് അത്രയും ടൈറ്റുള്ളവരാണ്, കാശിന് ടൈറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ സ്പിരിറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റാണ്. അത് 28 രൂപ വരുള്ളൂ ഒരു ചെറിയ കുപ്പിക്ക്. ആ സ്പിരിറ്റ് വെച്ച് നമുക്ക് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ഇതിൻ്റെ അഴുക്കുകളൊക്കെ പോകും. അപ്പോൾ ഇതാണ് ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്യുന്നവർക്ക് സൗണ്ട് വരുന്നതിനും പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാത്തതിനും ഉള്ള ഒരു ടിപ്പ്. പിന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചെയ്ത് പഠിക്കുക. പഠിച്ചിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോവുക. അതാണ് ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ചെയ്ത് പഴുത് അത് കുളവാക്കാതിരിക്കുക. കാരണം ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ കേബിൾ ബ്രേക്കിംഗ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പല ബ്രാൻഡുകളിലും പല ടൈപ്പാണ്. ഇപ്പോൾ കുറഞ്ഞ ബ്രേക്ക് ഏറ്റവും ചൈന ബ്രേക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എത്ര ട്യൂൺ ചെയ്താലും അല്ലെങ്കിൽ എത്ര കേബിൾ ടൈറ്റ് ചെയ്താലും ബ്രേക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഈ സെറ്റ് ഉൾപ്പെടെ മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകളിൽ സൈക്കിൾ ഷോപ്പിൽ തന്നെ കൊണ്ട് കൊടുക്കുക.